ഹായ് ഓൾ. ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇന്നലെയും മെഞ്ഞാന്നുമായിട്ടൊരു K1 ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പുകളുമായിട്ട് ഒരു ചെറിയൊരു കാര്യം പറയാം. എന്തിനാണ് ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങണമെന്നുള്ളത്. അതിൽ മെയിനായിട്ടുള്ള കാരണം ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും. ഇപ്പോൾ ഇത് എൻ്റെ അതായത് ഞാൻ ഈ കോച്ചെന്ന നിലയ്ക്ക് എൻ്റെ കാഴ്ചപ്പാടിലാണ് പറയുന്നത്. മറ്റ് കോച്ചുമാർക്ക് മറ്റ് പല കാഴ്ചപ്പാടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അവർക്ക് അവരുടെ കാഴ്ചപ്പാടായിട്ട് ഇപ്പോൾ നമ്മളെ കാഴ്ചപ്പാടാണ് പറയത്തുള്ളൂ. അപ്പോൾ നമ്മളെ അക്കാഡമി ഞാൻ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ മാക്സിമം ഫൈറ്റിങ്ങിൽ ഇറങ്ങുമ്പോഴാണ് നമുക്ക് ആ വിദ്യാർത്ഥികൾ നമ്മൾ പഠിപ്പിച്ചത് അവരെത്രത്തോളം പഠിച്ചിട്ടുണ്ട്, അവരെത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ട്, അവർക്കും നമുക്കും അത് മനസ്സിലാവുള്ളൂ. ഒരു ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങുമ്പോൾ ഫൈറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് ഈ കുട്ടി ഇത്ര ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടി ഇമ്പ്രൂവ് ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. കുട്ടിയായാലും വലിയ ആളായാലും നമുക്കെല്ലാവരും സ്റ്റുഡൻസിന് നമ്മൾ അങ്ങനെയാണ് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലിറങ്ങുമ്പോഴാണ് ഇവർ പെർഫെക്റ്റ് ആയാലും ഇവരെ പെർഫെക്റ്റ് ആക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇനി പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ ഇതിൽ ഫൈറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ ജയം തോൽവി പരാജയം എല്ലാം ഉണ്ടാവും. അത് മറ്റൊരു പക്ഷേ അത് നമ്മൾ നോക്കണം, നമ്മൾ എത്രത്തോളം ഇറങ്ങുന്നു, എത്രത്തോളം എക്സ്പീരിയൻസിലാവുന്നു. അപ്പോൾ നമ്മൾ വിജയിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. പക്ഷെ നമ്മൾ ആദ്യം ഇറങ്ങുകയാണല്ലോ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ ഫൈറ്റിങ്ങൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, സെൽഫ് ഡിഫെൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൊല്ലത്തിൽ 2 പ്രാവശ്യമെങ്കിലും മിനിമം കുറഞ്ഞ് നിങ്ങൾ ഇറങ്ങണം. 2 പ്രാവശ്യമെങ്കിലും ഫൈറ്റിങ്ങിൽ ഇറങ്ങിയാലേ നിങ്ങൾക്ക് തന്നെ ബോധ്യമാവുള്ളൂ നിങ്ങൾ പഠിച്ചത് എത്രത്തോളം ഉണ്ട് എന്ന്. ചിലപ്പോൾ കുറവുണ്ടാകാം, ചിലപ്പോൾ കൂടായിരിക്കാം, പെർഫെക്റ്റ് ആയിരിക്കാം. പെർഫെക്റ്റ് ആണെങ്കിൽ ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കുക, കുറവാണെങ്കിൽ ഇനിയും വീണ്ടും പെർഫെക്റ്റ് ആക്കുക. അതങ്ങനെയാണ് വേണ്ടത്. അത് നിങ്ങൾക്കും നമുക്കും മനസ്സിലാവുള്ളൂ. പിന്നെ പ്രൊഫഷണൽ തലത്തിലൊക്കെ ഇതിനെടുക്കുന്ന ആളുകൾ അത് അവർക്ക് എത്രത്തോളം മാക്സിമം ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങാൻ പറ്റുമോ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക. അപ്പോൾ അവർക്കുള്ള വാല്യൂ, അവരുടെ സ്കോർ കാര്യങ്ങളെല്ലാം വർദ്ധിക്കും. അപ്പോൾ അവർക്കത് അവരുടെ ജീവിതത്തിൽ വളരെ പ്രൊഫഷണൽ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിൽ എത്രത്തോളം പങ്കെടുക്കുന്നോ അതാണ് ഇതിൻ്റെ ഗുണം. പിന്നെ ഇതിന് മറ്റൊരു വശം, ഈ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിന് ചില സർട്ടിഫിക്കേഷനൊക്കെ ഗ്രേസ് മാർക്കിനും ജോലിക്കൊക്കെ ആയിട്ട് ഉപയോഗപ്രദമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിന് മറ്റൊരു വശം, പിന്നെ മെഡലും കാര്യങ്ങളും ഒരുപാട് കിട്ടും. അതൊക്കെ ഇവരെ ജീവിതത്തിൽ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ മെഡൽ കാര്യങ്ങൾ സർട്ടിഫിക്കേഷനൊക്കെ എത്രത്തോളം ഉപയോഗപ്രദമാണെന്ന് അതിനെക്കുറിച്ച് വിശദീകരണം പറയേണ്ട എല്ലാവർക്കും അറിയുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾ കൊല്ലത്തിൽ 2 പ്രാവശ്യമെങ്കിലും ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങുക. അത് അയാൾക്കിപ്പോൾ ചിലപ്പോൾ ഞാൻ തോന്നുന്നില്ല ഞാൻ അടുത്ത കൊല്ലം ഇറങ്ങുക, അടുത്ത ആഴ്ച ഇറങ്ങുക, ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി കാര്യമില്ല. ഒരു 5-6 മാസം കഴിഞ്ഞ് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് നോക്കാം. ഇറങ്ങിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് എത്രത്തോളം പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കുക. കാരണം അങ്ങനെ ഒരു പോയിന്റ് വെക്കുമ്പോൾ, ഒരു ലക്ഷ്യം വെക്കുമ്പോൾ, ഞാൻ അടുത്ത മാസം അടുത്ത ഏപ്രിൽ, അടുത്ത മാർച്ചിൽ ഞാൻ ഫൈറ്റിങ്ങിന് ഇറങ്ങുന്നുണ്ട് എന്നുള്ള മൈൻഡ് ഉണ്ടാകുമ്പോൾ അവർ കൃത്യമായിട്ട് ക്ലാസ്സിൽ വന്നിട്ട് അവർ പ്രാക്ടീസ് ചെയ്തിട്ട് അവർ പെർഫെക്റ്റ് ആക്കാൻ നോക്കുള്ളൂ. അപ്പോൾ ഈ പോയിൻ്റ്, ഒരു ലക്ഷ്യം നിങ്ങൾക്ക് വേണം, വിദ്യാർത്ഥികൾക്ക് വേണം, അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ പാരൻസിന് വേണം. പിന്നെ ഒരുപാട് നല്ല പാരൻസ് നമ്മൾ എപ്പോഴും സപ്പോർട്ടായി വിദ്യാർത്ഥികളെ ഇറക്കാനും അവർക്ക് വേണ്ടി എല്ലാ സംഭവത്തിനും വേണ്ടി നമ്മൾ കൂടുതൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ. ഒരു 75% ആളുകൾ അങ്ങനെ തന്നെ. പിന്നെ കുറച്ച് ആളുകൾ ഉണ്ടാവും ഇങ്ങനെ ജസ്റ്റ് പഠിച്ചാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റുള്ള ആളുകളുണ്ടാവും. അതൊന്നും കുഴപ്പമൊന്നുമല്ല. പക്ഷേ എന്നാലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങുക. ഇറക്കി കഴിഞ്ഞാൽ അത് ഓർക്കും മനസ്സിലാവും, നമുക്കും മനസ്സിലാവും. അപ്പോൾ അത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ചാമ്പ്യൻഷിപ്പിൽ നിങ്ങൾ മാർഷൽ ആർട്സും മറ്റു കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചാമ്പ്യൻഷിപ്പിൽ മാക്സിമം പങ്കെടുക്കാൻ നോക്കുക. അപ്പോഴാണ് അതൊരു നിങ്ങളെ പെർഫെക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. പിന്നെ ക്ലാസ്സിലെ ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ തമ്മിൽ അറിയുന്ന ആളുകൾ തന്നെ ആയതുകൊണ്ട് അത്ര വലിയൊരു സ്ട്രോങ് ഫൈറ്റ് കാര്യങ്ങളും നടക്കുക. ഒരു ഫ്രണ്ട്ലി മാച്ച് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഓക്കെ. അതും ഗുണമുള്ള സംഭവം തന്നെയാണ്. അതിൽ നിന്നാണ് ഇതിലേക്ക് എത്തേണ്ടത്. ഓക്കെ, ശരി.